കാർഷിക വാർത്തകൾ. കാലവർഷത്തിനു മുൻപ് ഏലയ്ക്ക വിറ്റുമാറാനുള്ള നീക്കത്തിൽ ഏലം കർഷകർ. മാസങ്ങളായി നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് വൈകാതെ പുനരാരംഭിക്കാമെന്ന പ്രതീക്ഷയിൽ റബ്ബർ മേഖല. ഭക്ഷ്യ എണ്ണ വിലയിലെ മുന്നേറ്റം വെളിച്ചെണ്ണയ്ക്ക് നേട്ടമാകും. കാലവർഷത്തിന്റെ വരവ് മുന്നിൽ കണ്ട് ഏലയ്ക്ക വിറ്റുമാറാനുള്ള തിടുക്കത്തിലാണ് മലയോര മേഖലയിലെ വൻകിട കർഷകർ. ചെറുകിടക്കാർ വിളവെടുപ്പ് വേളയിൽ തന്നെ 50% കായ്കൾ വിറ്റഴിച്ചിരുന്നു. അതേസമയം ലേലകേന്ദ്രങ്ങൾ വാങ്ങലുകാർ സജീവമായത് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കി. ഇന്ന് 2 ലേലങ്ങളിലായി മൊത്തം 85,000 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തി. മൺസൂണിന്റെ വരവ് മുൻനിർത്തി മധ്യവർത്തികൾ കരുതൽ ശേഖരം ഇറക്കുന്നുണ്ട്. രാജ്യാന്തര മാർക്കറ്റിൽ ഗോട്ടിമല ഏലയ്ക്കയുടെ സാന്നിധ്യം കുറഞ്ഞതിനാൽ വിവിധ വിദേശ രാജ്യങ്ങളുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിച്ചു. ഉത്തരേന്ത്യൻ ആവശ്യക്കാരും വിപണിയിൽ താങ്ങായി. കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്താൽ 1 മാസത്തിനകം പുതിയ ഏലയ്ക്ക രംഗത്തിറങ്ങും. സംസ്ഥാനത്ത് കാലവർഷം വരുന്ന 4 ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്ന വിലയിരുത്തലുകൾ റബ്ബർ മേഖലയ്ക്ക് ആശ്വാസം പകരും. മാസങ്ങളായി നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് വൈകാതെ പുനരാരംഭിക്കാമെന്ന നിഗമനത്തിലാണ് തോട്ടം മേഖലയെങ്കിലും ഒട്ടുമിക്ക തോട്ടങ്ങളിലും ഇനിയും റെയിൻ ഗാർഡുകൾ ഘടിപ്പിച്ചിട്ടില്ല. ഷീറ്റിന്റെ വില ആകർഷണമല്ലെന്ന നിലപാടിലാണ് മഴമറ ഒരുക്കുന്നതിൽ നിന്നും ചെറുകിട ഉൽപ്പാദകർ വിട്ടുനിൽക്കുന്നത്. മൺസൂൺ വേളയിൽ തടസ്സമില്ലാതെ റബ്ബർ വെട്ടിന് അവസരമൊരുക്കാൻ വൻകിട തോട്ടങ്ങൾ മുന്നിലുള്ള ദിവസങ്ങളിൽ നീക്കം നടത്താം. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 19,800 രൂപയിൽ വിപണനം നടന്നു. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോങ്ങിൽ റബ്ബർ കിലോ 19,900 രൂപയാണ്. അന്താരാഷ്ട്ര ഭക്ഷ്യ എണ്ണ വിപണിയിൽ പാമോയിൽ, സോയ ഓയിൽ വിലകളിൽ അനുഭവപ്പെട്ട ഉണർവ് വെളിച്ചെണ്ണയുടെ മുന്നേറ്റത്തിന് വേഗത പകരുമെന്ന നിഗമനത്തിലാണ് കൊപ്രയാട്ട് വ്യവസായ രംഗം. മഴ ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് തടസ്സപ്പെടുമെന്നത് മികച്ച ഇനം കൊപ്രയുടെ ലഭ്യത കുറയാൻ ഇടയാക്കും. ഉണക്കുകൂടിയ കൊപ്ര കരുതൽ ശേഖരത്തിലുള്ളവർക്ക് കാലാവസ്ഥാ മാറ്റം മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കാം. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 300 രൂപ ഉയർന്ന് 27,900 രൂപയായി. കൊപ്ര 200 രൂപ വർദ്ധിച്ച് 18,600 രൂപയിലെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കാർഷിക മേഖല 3.5% വരെ വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കാർഷിക മേഖലയിൽ സ്ഥിരതയുള്ള വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. 2024-25 റെക്കോർഡ് ഉൽപാദനത്തെ തുടർന്നാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് 3 മുതൽ 3.5% വളർച്ച കൈവരിക്കുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കുവയ്ക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷവും നേട്ടം തുടർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. കർഷകരെ കാർഷിക ഗവേഷണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന 15 ദിവസത്തെ ക്യാമ്പയിന്റെ പ്രാധാന്യവും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം കാർഷിക മേഖലയിലും അനുബന്ധ മേഖലയിലുമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 4.6% വളർച്ചയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് 24.76 ലക്ഷം കോടി രൂപയിലെത്തും. 2024 സാമ്പത്തിക വർഷത്തിലെ 2.7% വളർച്ചയിൽ നിന്ന് ഗണ്യമായ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടർക്കിഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം ആഭ്യന്തര ആപ്പിൾ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. തുർക്കിയുടെ ആപ്പിൾ നിരോധിക്കുന്നതിലൂടെ ആഭ്യന്തര ആപ്പിളിന്റെ വില ഉയരുമെന്നാണ് പ്രതീക്ഷ. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ ബഹിഷ്കരിക്കാനുള്ള വ്യാപാരികളുടെ തീരുമാനം രാജ്യത്തെ ആപ്പിൾ കർഷകർക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലെ ആപ്പിൾ കർഷകർക്ക്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് കശ്മീരിൽ നിന്നുള്ള ആപ്പിൾ കയറ്റുമതിയിൽ ഗണ്യമായ ഇടിവുണ്ടായിരുന്നു. ടൺ കണക്കിന് ആപ്പിൾ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കർഷകർക്ക് കനത്ത നഷ്ടം അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2023-24 ഇന്ത്യ തുർക്കിയിൽ നിന്ന് 11.76 ലക്ഷം ടൺ ആപ്പിൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇത് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് കനത്ത മത്സരം സൃഷ്ടിച്ചു. പലപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന തുർക്കിഷ് ആപ്പിൾ പ്രാദേശിക ആപ്പിളിന് വലിയ വെല്ലുവിളികളായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാരികളുടെ ഈ ബഹിഷ്കരണം പ്രാദേശിക ഉൽപ്പന്നങ്ങളെ വില വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കശ്മീർ വാലി ഫ്രൂട്ട്സ് ഗ്രോവേഴ്സ് ആൻഡ് ഡീലേഴ്സ് ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ സൈനിക പിന്തുണ ഇന്ത്യയിലുടനീളം ടർക്കിഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായ വിത്ത് കിറ്റിന് നൽകുന്ന പണം കൃഷി വകുപ്പ് വെട്ടിക്കുറച്ചു. തുടർച്ചയായ 2ാം വർഷമാണ് ഇത്തരത്തിൽ വെട്ടിക്കുറയ്ക്കുന്നത്. വീട്ടുവളപ്പിലെ കൃഷി പദ്ധതിക്ക് 2023 5 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. 2024 ഇത് 2.5 കോടി രൂപയായി വെട്ടിക്കുറച്ചു. ഈ വർഷം ഇത് 1 കോടി രൂപ മാത്രമേ വകയിരുത്തിയിട്ടുള്ളൂ. ഹൈബ്രിഡ് വിത്ത് കിറ്റ്, പ്രസിദ്ധീകരണങ്ങൾക്കൊപ്പം നൽകുന്ന വിത്തുകിറ്റ്, പച്ചക്കറി തൈ വിതരണം, ഗ്രോ ബാഗിലും കണ്ടെയ്നറിലുമുള്ള കൃഷി കൂട്ടായ്മകൾ, ക്ലസ്റ്ററുകൾ എന്നിവയ്ക്കുള്ള പദ്ധതി, ശീതകാല പച്ചക്കറി കൃഷി എന്നിവയ്ക്കുള്ള തുകയിലും വെട്ടിക്കുറവുണ്ടാവും. വാണിജ്യാടിസ്ഥാനത്തുള്ള പച്ചക്കറി കൃഷിക്ക് പുറമെ വീട്ടുവളപ്പിലെ കൃഷി പ്രോത്സാഹിപ്പിച്ച പച്ചക്കറി സ്വയം പര്യാപ്തത കൈവരിക്കുന്ന പദ്ധതി കൃഷി വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. വിത്ത് കിറ്റിലെ വെട്ടിക്കുറയ്ക്കൽ ഇതിന് തിരിച്ചടിയായേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഒഡീഷയിലെ മാമ്പഴ കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനായി പരിശീലന പരിപാടിയുമായി ഹോർട്ടിക്കൾച്ചർ. മാമ്പഴ കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒഡീഷ സർക്കാരിന്റെ കൃഷി കർഷക ശാക്തീകരണ വകുപ്പിന് കീഴിലുള്ള കർഷക ഉൽപാദന സംഘങ്ങളുടെ പ്രൊമോഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ പദ്ധതിയുടെ കീഴിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കർഷക ഉൽപാദന സംഘടനകൾ, ക്ലസ്റ്റർ അധിഷ്ഠിത ബിസിനസ് സംഘടനകൾ, മാമ്പഴ കർഷകർ, ഹോർട്ടിക്കൾച്ചർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിശീലനം. വിപണന സമീപനങ്ങൾ ശക്തിപ്പെടുത്തുക, വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് രീതികൾ മികച്ചതാക്കുക, മാമ്പഴത്തിന്റെ കയറ്റുമതി സാധ്യതകൾ ഉയർത്തുക എന്നീ കാര്യങ്ങളിലാണ് കർഷകർക്ക് പരിശീലനം നൽകുന്നത്. ഒഡീഷയിലെ ബലാൻഗീർ ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പ്രീമിയം ഇനമായ അമ്രപാലിക്ക് കയറ്റുമതി ഡിമാൻഡ് ഉയർന്നതാണ്. ഡാഷരി, ലാംഗ്രേ, അമ്രപാലി തുടങ്ങിയ വാണിജ്യ ഇനങ്ങളുള്ള പട്നഗ് മേഖലയിൽ 1500 ഹെക്ടറിലധികം മാമ്പഴ കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സിന്തറ്റിക് കോട്ടിങ്ങുകളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ നീക്കം. സംസ്ഥാനങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പഴങ്ങളിലെ പരിശോധന ശക്തമാക്കുന്നത്. പഴങ്ങൾ പാകപ്പെടാൻ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും സിന്തറ്റിക് കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നതും കണ്ടെത്തുന്നതിനായാണ് പരിശോധന ശക്തമാക്കുന്നത്. ഭക്ഷ്യനിയന്ത്രണ ഏജൻസിയായ FSSAI എല്ലാ സംസ്ഥാനങ്ങളോടും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആപ്പിൾ പോലുള്ളവയിൽ അനുവദനീയമല്ലാത്ത മെഴുകുപയോഗിച്ച് പഴങ്ങൾക്ക് നിറം നൽകുന്നതെല്ലാം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മസാല എന്നറിയപ്പെടുന്ന കാൽസ്യം കാർബൈഡ് പോലുള്ള ഏജന്റുകൾ ഉപയോഗിച്ച് പഴങ്ങൾ പാകപ്പെടുത്തുന്നതിന്റെ നിയമവിരുദ്ധ ഉപയോഗം തടയുന്നതിന് പഴവിപണികളിലും മണ്ടികളിലും കർശന ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും FSSAI അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 196, RSS 5 193, ലാറ്റക്സ് 143, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പൂ 950, അടയ്ക്ക 255, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 360, കുരുമുളക് ഗാർബിൾ 70,600, കുരുമുളക് അൺഗാർബിൾ 68,600, ഏലക്ക 2000 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 27,900, കൊപ്ര 19,400, ചുക്ക് 22,500.